അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 7 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിലെ ആദ്യ തെരഞ്ഞെടുപ്പ് തുടങ്ങി 2024 ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വർഷമാണ്. ചില വലിയ ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. മൂന്നാം തവണ BJP അധികാരത്തിൽ തുടരുമോ അതോ പ്രതിപക്ഷം അധികാരം പിടിക്കുമോ? അങ്ങനെയുള്ള നിർണായക ചോദ്യങ്ങൾക്ക് ഈ വർഷം ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം. 992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ തന്നെ ഗതി മാറ്റിമറിച്ച നിമിഷമാണ് എന്നതാണ് പലരും വാദിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ പേരിലാണ് BJP തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ BJP കൈക്കൊണ്ട തീരുമാനങ്ങൾ, BJPയെ പ്രതിക്കൂട്ടിലാക്കുന്ന സംഭവങ്ങൾ, ഇതിനെല്ലാം ജനങ്ങൾ മറുപടി പറയുമെന്നിരിക്കെ അവയെ സ്വാധീനിക്കാനുള്ള ശക്തി രാമക്ഷേത്രം വഴി BJPക്ക് കിട്ടുമോ എന്നതാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമാവുക. ഭാരത് ജോഡോ തരംഗം 2 സംസ്ഥാനങ്ങളെ കോൺഗ്രസിലേക്ക് എത്തിച്ചിരുന്നു. കർണാടകയിൽ തകർന്നുപോയ കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവായിരുന്നു കണ്ടതെങ്കിൽ തെലങ്കാനയിൽ 3ാം സ്ഥാനത്ത് നിന്നും സ്വപ്നതുല്യമായ തിരിച്ചുവരവ് നടത്തിയാണ് ആദ്യമായി സംസ്ഥാനം പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് രാഹുൽ ഗാന്ധി നയിക്കുന്ന 2ാം ഭാരത് ജോഡോ യാത്ര എന്ന ന്യായ് യാത്ര ഹിന്ദി ഹൃദയ ഭൂമികയിൽ മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിന് സഹായിക്കും എന്നതാണ് കരുതുന്നത്. ജനുവരി 14 ആരംഭിക്കുന്ന യാത്ര ഒരുപക്ഷെ രാമക്ഷേത്ര തരംഗത്തെ ഒരു പരിധിവരെ പിടിച്ചുകെട്ടാൻ സാധിച്ചേക്കും. എന്നിരുന്നാലും പ്രധാനമായും സീറ്റ് വിഭജനം തന്നെയാണ് പ്രതിപക്ഷ മുന്നണിക്ക് വെല്ലുവിളിയായി മാറുന്നത്. ആരെങ്കിലും വിട്ടുവീഴ്ചക്ക് തയ്യാറാകുമ്പോൾ അത് തങ്ങളുടെ പ്രവർത്തകർ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള ഭയമാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്. എന്നിരുന്നാലും മുന്നണി ബന്ധത്തിന്റെ നല്ല നിലനിൽപ്പിന് ചില വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ് താൻ. പഞ്ചാബിലും ഡൽഹിയിലും അധികാരത്തിലുള്ള ആം ആദ്മി പാർട്ടിയും ബംഗാളിൽ അധികാരത്തിലുള്ള മമതാ ബാനർജിയും അവരുടെ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വിട്ടുനൽകുന്നതിൽ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ ധാരണയിൽ എത്തിയാൽ മതി എന്നുള്ള തീരുമാനമാണ് ഇരു പാർട്ടികളും മുന്നോട്ട് വെക്കുന്നത്. സീറ്റ് വിഭജന ചർച്ചകൾ നല്ല രീതിയിൽ തീർക്കാൻ സാധിച്ചാൽ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുവാനാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം.